إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ സമ്മതിക്കും, എന്നാൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ പലപ്പോഴും മനുഷ്യന്മാർ ഉൾക്കൊള്ളാൻ തയ്യാറാകാറില്ല എന്നതാണ് ഒരു വസ്തുത. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1,00,000-ലധികം പ്രവാചകന്മാരെ തുടർച്ചയായി ഈ ലോകത്തേക്ക് അയക്കേണ്ടി വന്നത് ഓരോ ജനതയും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതേപോലെ ഇപ്പോഴുള്ള ഈ മുസ്ലിം സമുദായം കുറച്ചു കാലം കഴിയുമ്പോൾ പിഴക്കാൻ അഥവാ തൗഹീദിൽ പിഴക്കാൻ സാധ്യതയുണ്ട് എന്ന വശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ ഇന്ന് മുസ്ലിം സമുദായം എത്രത്തോളം തയ്യാറാകുന്നുണ്ട്? ഈ 1,00,000 പ്രവാചകന്മാർ വന്നത് ആ ആളുകൾ തൗഹീദിൽ നിന്ന് പോയത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ പ്രവാചകന്മാരെ പറഞ്ഞേക്കേണ്ടത്. അപ്പൊ അവരൊക്കെ പഴിച്ചു. അപ്പൊ നേരാക്കം പ്രവാചകന്മാർ വന്നു, അത് നമ്മൾ അംഗീകരിക്കും, സമ്മതിക്കും. എന്നാൽ ഈ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമൂഹം തൗഹീദിൽ പിഴക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ന വിഷയത്തെ ഉൾക്കൊള്ളുന്നത് മുസ്ലിം സമുദായം ഇന്ന് എത്രത്തോളം ജാഗ്രതയുള്ളവരാണ് എന്ന് ചോദിച്ചാൽ നിരാശാജനകമാണ് നമ്മുടെ ഉത്തരം എന്ന് നമുക്ക് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിൽ ശിർക്കും ബഹുദൈവാരാധനയും വരില്ല എന്ന വല്ല ഗ്യാരണ്ടിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല എന്ന് മാത്രമല്ല, നേരെ തിരിച്ചാണ് ഇസ്ലാമികമായ അധ്യാപനങ്ങൾ മുഴുവനുമുള്ളത്. അഥവാ വരാൻ സാധ്യത ഉണ്ടെന്നാണ്. അല്ലാതെ ഒരു ഇനിയുള്ള സമുദായത്തിന് യാതൊരു കുഴപ്പവും സംഭവിക്കൂല എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഈ സമുദായത്തിന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഖുർആനും സുന്നത്തും ചരിത്രവും നമ്മുടെ അനുഭവങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരന്നെ മഹാഭൂരിപക്ഷം എന്താണ്? ആ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സ്വഭാവക്കാരാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സമുദായത്തിൽ ഈ ഉമ്മത്തിൽ ഏതുവരെ വരും എന്ന് ചോദിച്ചാൽ അവർ സാധാരണ ശിർക്കിക്കുന്നു മാത്രമല്ല. റസൂലുള്ളാഹി പറഞ്ഞത് ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം വരൂല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന്. ശരിക്കും അടിവരയിടണം അവിടെ, ഏതെങ്കിലും വിഭാഗമല്ല പറഞ്ഞത്.
എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം മുശ്രിക്കീങ്ങളുമായി ഒത്തുചേരുന്നത് വരെ, അതിലേക്ക് എത്തിച്ചേരുന്നത് വരെ, ഏതുവരെത്തും? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം കടന്നു പോകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. എന്താ പറയുന്ന അർത്ഥം? ഖിയാമത്ത് നാൾ ആടിന് മുമ്പ് ഇതൊക്കെ ഈ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കാണുക തന്നെ ചെയ്യുമെന്നാണ്. ഉറുമ്പ് അരിച്ചു കയറി വരുന്നത് പോലെ വരുന്ന പറഞ്ഞത്. അല്ലാതെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഞാൻ ശിർക്കാണ്, ഞാൻ ബഹുദൈവാരാധനയാണ്, പിന്നെ പാൻസും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുങ്ങാണ്ട് തന്നെ നെറ്റി ഒട്ടിച്ച് വെച്ചുങ്ങാണ്ട് ശിർക്ക് കയറി വരുന്നല്ല പറഞ്ഞു. മറിച്ച് അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ എനിക്ക് പറഞ്ഞു. ഉദാഹരണം എന്താ? അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂഹാദ ശിർക്ക്, നിങ്ങൾ ശിർക്കിനെ നിങ്ങൾ ഭയപ്പെടണം, പേടിക്കണം, സൂക്ഷിക്കണം. കാരണം എന്താ അറിയോ? ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നം, അത് ഉറുമ്പരിച്ചു വരുന്നത് പോലെ. അതൊരു കറുത്ത പാറയിൽ കറുത്ത ഉറുമ്പരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അത്ര നിസ്സാരമായ രീതിയിൽ നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വരുന്നത്. അപ്പൊ ശിർക്ക് വരുന്നത് പെട്ടെന്നല്ല, ചരിത്രത്തിൽ വന്നതും പെട്ടെന്നല്ല, വളരെ ക്രമേണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രത്തിലെ ആദ്യത്തെ ശിർക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിലാണല്ലോ വന്നത്. അതെങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ടാണോ വന്നത്? ഒരു മാസം കൊണ്ടാണോ വന്നത്? ഒരു വർഷം കൊണ്ടാണോ വന്നത്? അല്ല, അത് 10 തലമുറ കഴിഞ്ഞിട്ടാണ്. 10 തലമുറകളിലൂടെയാണത്. അത് മെല്ലെ മെല്ലെ അരിച്ചരിച്ചരിച്ച് പിന്നെയാണ് അവർ ശിർക്കിലേക്ക് പോയത്, ഘട്ടം ഘട്ടമായിട്ടാണ്. അതിനാദ്യം ഓരോ ന്യായങ്ങളാണ് ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുക. ആദ്യത്തെ ന്യായം, ആ സമൂഹം നശിക്കേണ്ടാതെ ആദ്യത്തെ ന്യായം എന്താ? അവരെ കൂട്ടത്തിൽ കുറെ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. ആ നല്ല മനുഷ്യന്മാർ അവരുടെ ആ സമൂഹത്തിന്റെ ഹൃദയത്തിലാണ് പതിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ പതിഞ്ഞു കഴിഞ്ഞ ആ വ്യക്തികളെ പറ്റി അവർ വല്ലാതെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവർ മരണപ്പെട്ടു. അവർ മരിച്ചു പോയപ്പോൾ അവരെങ്ങനെ ഓർക്കാൻ തുടങ്ങി, അവരെ കുറിച്ചുള്ള മജ്‌ലിസ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എന്തായി? അതാണ് വദ്, സുവാഹ്, യഊസ്, യഊഖ്, നസ്ർ എന്നൊക്കെ പറയുന്ന മഹാന്മാരായ ആൾക്കാർ. അവർ നല്ല മനുഷ്യന്മാരായിരുന്നു. അങ്ങനെ ആ നല്ല മനുഷ്യന്മാരെ പറ്റിയുള്ള ചിന്ത വർദ്ധിച്ച് അവസാനം കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു, അത് ഇനി അടുത്ത തലമുറയ്ക്ക് വരുമ്പോൾ അവരൊക്കെ മറക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ വെക്കാം. ആ വെക്കാന്ന് പറഞ്ഞ ആൾക്കാരെ ന്യായം എന്താ അറിയും? അവരെ ആരാധിക്കാനല്ല, മറിച്ച് എന്താ, അവര് നല്ല മനുഷ്യന്മാരല്ലേ. അപ്പൊ അവരെ രൂപം കാണുമ്പോൾ നമുക്ക് നല്ലത് ഓർമ്മ വരും. അപ്പൊ അള്ളാഹിനോട് നമുക്ക് കുറച്ചും കൂടി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റും. പോയിന്റ് മനസ്സിലാക്കണം. അതായത് ഈ നല്ല മനുഷ്യന്മാരെ ഓർക്കുമ്പോ കുറച്ചുകൂടി ദീന് മനസ്സിൽ വരും. അപ്പൊ അള്ളാഹിനോടുള്ള പ്രാർത്ഥന, ആരാധനയൊക്കെ കുറച്ചും കൂടി ഇഖ്ലാസുള്ളതായി മാറും. അങ്ങനെയുള്ള ന്യായം പറഞ്ഞിട്ടാണ് അവരെ രൂപങ്ങൾ എന്ത് ചെയ്തത്, അവരുണ്ടാക്കി വെച്ചത്. അങ്ങനെ ആ തലമുറ കഴിഞ്ഞു. പിന്നെ വന്ന മക്കൾ ഈ രൂപ കാണുന്നത്. അവർക്ക് ഈ നേരത്തുള്ള തൗഹീദും കാര്യം മനസ്സിലില്ല. അപ്പൊ പിന്നെ അവരെന്തായി, ഇവർക്ക് എന്തോ ഒരു വലിയ പ്രാധാന്യമുണ്ട്, സാധാരണ ഇല്ലാത്ത പ്രാധാന്യമുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ടും അവർ പിന്നെ പ്രാർത്ഥന ആരോടാക്കി മാറ്റി? അവരാവശ്യങ്ങളൊക്കെ ഈ രൂപങ്ങളോടാക്കി മാറ്റി. അങ്ങനെയാണ് ആ രൂപങ്ങളുടെ വിവിധ പതിപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ കാലം ടെക്നോളജി മാറുന്നതിനനുസരിച്ച് സംവിധാനങ്ങൾ മാറുമല്ലോ. അത് മാറി, രൂപങ്ങൾ വന്നു. അങ്ങനെ അത് ബിംബങ്ങളും വിഗ്രഹങ്ങളുമായി മാറി. അത് പിന്നെ കാബയിൽ വരെ എത്തുന്ന സ്വഭാവത്തിൽ 300 ശതമാനം വിഗ്രഹങ്ങൾ കാബന്റെ ഉള്ളിൽ അള്ളാഹ് മാത്രം ആരാധിക്കേണ്ടാക്കിയ സാധനത്തിലാണ് ഇവരെന്ത് ഈ സാധനങ്ങൾ വരുന്നത്. ഇതാണ് നമുക്ക് പിന്നെ മുന്നിട്ടുള്ള ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ആ നൂഹ് നബിയുടെ കാലത്ത് ഈ അവസ്ഥ എന്ത് ചെയ്തു, തുടങ്ങി വെച്ചു. അവസാനത്തെ ഇവിടെ എത്തിയത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നൂഹ് നബിയുടെ തലമുറയിൽ ഇത് സംഭവിച്ചപ്പോ അതിനെതിരിൽ സംസാരിക്കുന്ന അവസ്ഥ വന്നു. പ്രവാചകന്മാര് വന്നു. നൂഹ് നബി ഇതിൽ സംസാരിച്ചു. പക്ഷെ സംസാരിച്ചപ്പോ കനതാ ഖുർആൻ പറയാ, വഖാലു, ആ ആൾക്കാർ പറഞ്ഞത്, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത്. ആൾക്കാരെ പ്രതിരോധമാണ്. വലാ തദറുന്ന വദ്ദൻ വലാ സുആൻ വലാ യഊസ വയഊക വനസ്റ, നിങ്ങൾ ഒരിക്കലും വദ്ദിനെയും സുആവിനെയും യഊസിനെയും യഊഖിനെയും നസ്റിനെയും നിങ്ങൾ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന ഒരു ക്യാമ്പയിൻ തന്നെ അവിടെ വളരെ ഗൗരവത്തോടു കൂടി ആ സമുദായത്തിൽ വരും. പ്രതിരോധം ശക്തമാകും. എന്തിനു വേണ്ടി? ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സംഭവം വരും. അപ്പൊ അതിന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ബഹുദൈവ ആരാധന നേരിട്ട് ചെയ്യുക. അതിന്റെ അടയാളങ്ങൾ, ദുർന്യായങ്ങൾ നിരത്തിക്കൊണ്ട് സ്വീകരിക്കുകയാണ് ആദ്യം സമൂഹം ചെയ്യുന്നത്. അതിന് ഇവിടെ അടയാളങ്ങളുണ്ടാവും. അതാണ് അതിന്റെ വിഗ്രഹങ്ങള്, രൂപങ്ങള്, ചിത്രങ്ങളും ഒക്കെ. അതിനൊക്കെ എന്ത് ചെയ്യും? ഞാൻ ആരാധിക്കണില്ല, എങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ എന്ത് ചെയ്യും? ആദ്യം അഡ്മിറ്റ് ചെയ്യും. പല ന്യായങ്ങൾ പറഞ്ഞു. അതൊരു തലമുറ അങ്ങനെ ചെയ്യും. അടുത്ത തലമുറ പിന്നെ ആ അഡ്മിറ്റ് ചെയ്തിന്റെ പിന്നാലെ പോകും. ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു സംഗതി പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ വലിയൊരു വിവാദം നടക്കും. അത് ഇന്ന് തുടങ്ങിയ വിവാദമൊന്നുമല്ല, ഇടക്കിടക്ക് ഉണ്ടാകുന്ന ഒരു വിവാദമാണ്. അതായത് പൊതുവേദികളിൽ നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, പ്രത്യേകിച്ച് മുസ്ലിം ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ
ഇവരാരെങ്കിലും ആ നിലവിളക്ക് കത്തിക്കുന്ന ഒരു വേദിയിൽ നിന്ന് വിട്ടു നിന്നാൽ അത് ഭയങ്കര വാർത്തയാണ്. അവരെന്തോ ഒരു വലിയ കുറ്റം ചെയ്തതുപോലെ ഇവിടെ ആഖ്യാനിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇനി ആ ഒരു സമ്മർദ്ദത്തിന്റെ കാരണത്താൽ ചില വ്യക്തികൾ, ചില ജനപ്രതിനിധികളോ മന്ത്രിമാരോ മുസ്ലിം നാമധാരികളായ ആളുകൾ അത് ചെയ്താലോ, അപ്പൊ അത് ചെയ്തതിനെ കുറിച്ചും ഒരു വിശദീകരണം വിമർശനവും വരും. അപ്പോഴും ചർച്ചയാവും. ചെയ്താലും ചർച്ചയാവും, വിട്ടു നിന്നാലും ചർച്ചയാവും. അത് ഇടക്കിടക്ക് ചർച്ചയാകാറുണ്ട്. ഇപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുക. രണ്ട് വിഭാഗമായി ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുക. എന്താ അതിന് കുഴപ്പമെന്നൊരു വിഭാഗം, വേറൊരു വിഭാഗം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വിഭാഗം. ഈ രണ്ട് രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ നെല്ലും പതിരും എന്താണ് എന്ന് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇതിന്റെ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യത ഏറെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ന്യായീകരിക്കുന്ന, അതായത് ഇത്തരം പൊതുവേദികളിൽ നിലവിളക്ക് കൊളുത്തുന്ന വിഷയത്തെ അതിൽ മുസ്ലിമിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ന്യായീകരണങ്ങൾ ഒരു ഭാഗത്തും, ഈ വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ മറുഭാഗത്തുമാണ്. രണ്ടും രണ്ട് വഴിക്കാണ്. അതൊരിക്കലും തന്നെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ കഴിയില്ല. അത് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു പ്രധാനപ്പെട്ട ന്യായീകരണം പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് മനസ്സിൽ ആരാധനയുടെ ഭാഗമൊന്നും ഇല്ല, അങ്ങനെ മനസ്സിൽ ഇത് ആരാധനയാണ്, അഗ്നി ആരാധനയാണ് എന്നൊരു വിശ്വാസം ഉണ്ടായാലേ പ്രശ്നമുള്ളൂ, അങ്ങനെ ഉദ്ദേശിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ന്യായമാണ് പലപ്പോഴും ആളുകൾ ഈ വിഷയത്തിൽ മൊത്തത്തിൽ പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിഗ്രഹാരാധനയെ കുറിച്ച് മനസ്സിൽ പോലും വിചാരിക്കാത്ത തന്റെ അനുചരന്മാരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ച ഒരു ഘട്ടം ചരിത്രത്തിലുണ്ട്. നമ്മളെല്ലാവരും പഠിക്കണം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹചാരികളായി നടക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അത്ര അടുത്തുള്ള ആൾക്കാർ, അതിൽ കുറച്ച് ആൾക്കാർ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരുമിച്ച് പോവുകയാണ്, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവരൊരു മരത്തിന്റെ അടുത്തെത്തി. ആ മരത്തിന്റെ പേര് ദാത്തു അൻവാത്തിയാണ്. ആ മരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, മുശ്രിക്കീങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി, ബറക്കത്ത് കിട്ടാൻ വേണ്ടി അവരെ വാളയിമേന്ന് തൂക്കും. എന്നിട്ട് ആ വാൾ എടുത്തു പോയാൽ അവർക്ക് ആ യുദ്ധത്തിൽ പ്രത്യേകമായ ശക്തി കിട്ടുന്നതാണ് അവരുടെ വിശ്വാസം. ആ ഒരു മരത്തിന്റെ പേരാണ് ദാത്ത് അൻവാത്ത്. അപ്പൊ ആ മരത്തിന്റെ അരികൾ കൂടി റസൂലുള്ളാഹി സഹാബത്തും നടന്നു പോകുമ്പോൾ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു റസൂലിനോട്, പ്രവാചകരെ, ഇത് മുശ്രിക്കീങ്ങളെ ദാത്തു അൻവാത്താണ്, നമുക്കത് വേണ്ട. പക്ഷെ അതേപോലെ അമ്മക്കും തന്നെ വേറൊരു ദാത്തു അൻവാത്ത് കിട്ടിയ നന്നായിരുന്നു. അപ്പൊ ഇത് ശിർക്കാണ്, ഇതേപോലെ പറ്റൂല. പക്ഷെ ഇതേപോലെ വേറെ സാധനം നമുക്ക് ശിർക്ക് വേണ്ട. ഇതാണ് അവരുടെ വിശ്വാസം. ഇപ്പത്തെ നമ്മൾ ആൾക്കാരെ ന്യായീകരണം അനുസരിച്ചാണ് പ്രവാചകൻ ചിന്തിക്കുന്നതെങ്കിൽ എന്താ നബി പറയുന്നത്? ഇതിനെന്താ, അത് വേണ്ടല്ല, അതിന്റെ കുഴപ്പമുള്ളൂ. അതേമാതിരി വേറെ ഒന്നല്ല ചോദിച്ചു, നിങ്ങൾ നല്ല ആൾക്കാരാണ് എന്ന് പറഞ്ഞ് വേറെ കൊടുക്കല്ലേ വേണ്ട. എന്താ ചരിത്രത്തിൽ നമുക്ക് നോക്കി നിങ്ങൾ ഫഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, അവർക്ക് ദാത്തു അൻവാത്തുള്ളത് പോലെ നമുക്കൊരു ദാത്തു അൻവാത്ത് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, എന്താ പറഞ്ഞേ? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ. ഇന്ന ഹസ്സുൻ, ഇതാരുടെ ശരിയാണെന്നോ? ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനൂ ഇസ്രായീൽ മൂസ, മൂസ നബിയോട് ബനൂ ഇസ്രായേൽ ജനത ചോദിച്ച മാതിരിയാണ് നിങ്ങൾ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. എന്ത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അതായത് അവർക്കുള്ളത് പോലെ ഒരു ഇലാഹിനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരേ എന്ന് മൂസാ നബിയോട് ബനൂ ഇസ്രായേൽ ജനത ചോദിച്ച പോലെ നിങ്ങളിപ്പോ ഇലാഹിനെ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഒരു പടച്ചോനെ ചോദിക്കുന്നത്. അവര് പടച്ചോനെ ചോദിച്ചിട്ടില്ല, പക്ഷെ നബി അത് പൊളിച്ചാണ് പറയണം. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിശ്ചയമായും അവര് ജാഹിലീങ്ങളായ ഒരു കൗമായിരുന്നു എന്ന ശക്തമായ പ്രതിരോധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അല്ലാതെ അവിടെ ന്യായം പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തു. കാരണം അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ അത് മനസ്സിലുണ്ടോ എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല, അത് താതാത്മ്യപ്പെടാൻ പാടില്ല എന്നാണ്. ഇത് ഇബാദത്ത് അല്ലെങ്കിൽ പോലും സാദൃശ്യം വന്നതിനെ അവിടുന്ന് കടുത്ത ഭാഷയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? വിലക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും അത്ര പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് കൽപ്പനകളെ തള്ളേണ്ടി വരും. അതിനെങ്ങനെ വിശദീകരിക്കണം? അതായത് ഇതൊന്നും പ്രശ്നമില്ല, മനസ്സിലില്ല എന്നാ മതി എന്ന ന്യായം വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പ്രമാണങ്ങൾ പറയാം. റസൂലുള്ളാഹി പറയാം, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. എന്താ അർത്ഥം? മൻ തശബ്ബഹ ബിഖൗമിൻ, ഏതെങ്കിലും ഒരു സമൂഹം മറ്റൊരു സമൂഹവുമായി താതാത്മ്യപ്പെട്ടാൽ, സദൃശ്യരായാൽ,
അവർ ചെയ്യുന്നത് പോലെ ചെയ്യണ്ട, അവരെ വിശ്വാസം വേണ്ട. എന്നാൽ അതിന്റെ ചില അടയാളങ്ങൾ തോന്നിപ്പിക്കുന്ന രീതിയിൽ സാദൃശ്യം കാണിച്ചാൽ ഫഹുവ മിൻഹും, അതോടുകൂടി അവരിൽപ്പെട്ടവരായി. അതുകൊണ്ടാണ് പല കാര്യത്തിലും ഒരു അവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇസ്ലാമിന്റെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു കാണിക്കാൻ പ്രത്യേകത. ഇപ്പൊ വൈകുന്നേരം നിസ്കരിക്കാൻ പാടില്ലാത്ത ഒരു സമയമാണിത്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയം. അതിന്റെ കാരണം എന്താണ്? അത് അഗ്നി ആരാധകരുടെ ഒരു ആരാധനയുടെ ടൈമാണ്. അതുകൊണ്ട് ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പ്രാർത്ഥിക്കാൻ പാടില്ല. അതായത് അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇസ്ലാം റദ്ദ് ചെയ്ത ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നോക്കൂ, നിങ്ങൾ ഒരിക്കൽ ഒരാൾ വന്ന് പ്രവാചകനോട് പറഞ്ഞു, മാഷാ അല്ലാഹ് വശിഅ്ത, പ്രവാചകരെ താങ്കളും അള്ളയാണ് വിചാരിച്ച എന്റെ കാര്യങ്ങൾ നടക്കും. അയാൾ ഒന്നും വിചാരിക്കാതെ പറഞ്ഞു. അപ്പൊ എന്താ റസൂലുള്ളാഹി പറയേണ്ടതാ? ഈ നല്ല കുട്ടിയാന്നല്ലേ പറയേണ്ടത്? എന്റെ മനസ്സിലൊന്നുമില്ലല്ലോ. എന്താ റസൂലുള്ളാഹി പറഞ്ഞു? ഫഖാല, അവിടുന്ന് പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിന് സമന്മാരുണ്ടാക്കുകയാണോ, എന്നെ സമനാക്കുകയാണോ അള്ളാഹിനെ വെച്ച്? അങ്ങനെ സഹാബി വിചാരിച്ചിട്ട് പോലുമില്ല, മനസ്സ് പോലും കരുതിയിട്ടില്ല. അള്ളയും നിങ്ങളും അങ്ങനെ കൂട്ടി പറയും. അത് പറഞ്ഞ റസൂലുള്ളാഹി തിരുത്തിയാണ്. അള്ളാഹ് കാര്യമാണ് ഈ ഞാനാണോ ഈ പറയുന്നത്? അള്ളാഹ് മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയൂ എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് തൗഹീദിന്റെ വിഷയത്തിൽ ചെറിയ സ്ഖലിതങ്ങൾ വരുമ്പോഴേക്കും കടിച്ചടത്ത് തുടക്കുക എന്ന് പറഞ്ഞതുപോലെ പ്രവാചകൻ അത് തുടച്ചുകൊണ്ടാണ് സമൂഹത്തെ സ്വഹാബികളെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ബുവാനത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി ഒരു സഹാബി നേർച്ച ചെയ്തു. ഒരു ആ സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറുത്തുകൊണ്ട് ദാനം ചെയ്യണം, അതിന്റെ മാംസം ദാനം ചെയ്യണം എന്ന് അദ്ദേഹം വിചാരിച്ചു. നിയ്യത്ത് വെച്ച് പ്രവാചകനോട് അനുവാദം ചോദിച്ചു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിനെന്താ ചെയ്യണമെന്നല്ലേ പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി കടന്ന് ചിന്തിക്കുന്നു. ചോദിച്ചു ചോദ്യം നോക്കി നിങ്ങൾ, പറഞ്ഞ ബുവാനത്തുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽപ്പെട്ട ആ ആരാധനാമൂർത്തികൾ, വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നോ? അങ്ങനത്തെ സ്ഥലമായിരുന്നോ ചോദിക്കുക. അപ്പൊ കാലു അവര് പറഞ്ഞില്ല, അങ്ങനത്തെ സ്ഥലമൊന്നല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നല്ല. എന്നാ സ്ഥലം നിർത്തിയോ? ചോദ്യം നിർത്തിയോ? വീണ്ടും ചോദിക്കണം. അവരുടെ വല്ല ആഘോഷങ്ങൾ നടന്നിരുന്ന സ്ഥലമായിരുന്നു അവിടെ? വീണ്ടും ചോദിക്കുക. അപ്പൊ അവര് പറഞ്ഞു കാലു, അവര് പറഞ്ഞില്ല, അതുമില്ല റസൂലേ. ഇത് രണ്ടും ക്ലാരിറ്റി വരുത്തിയ ശേഷം റസൂലുള്ളാഹി പറയാണ്, എന്നാ നീ നിന്റെ നേർച്ച നടപ്പാക്കിക്കോ. എന്താ അതിന്റെ കരുതൽ നോക്കിങ്ങൾ. ഈ പ്രവാചകന്റെ പിന്മുറക്കാരാണ് എന്ത് പറയുന്നത്? മനസ്സിലില്ലാതെ വിളക്കും കത്തിക്കുക, മനസ്സിലില്ലാതെ ഇതിനു വേണ്ടി സുജൂദ് ചെയ്യുക, മനസ്സിലില്ലാതെ അവിടെ വണങ്ങുക, അതൊന്നും മനസ്സിലില്ലാതെ ഈ ഒറ്റ വർത്താനം അത് എന്താ സംഭവിക്കുക? പിന്നെ ഈ സാദൃശ്യമാകുക എന്ന് പറയുന്നത് എന്താ? അപ്പൊ പ്രവാചകന്റെ അധ്യാപനവും നമ്മുടെ ഇന്ന് ആളുകൾ പറയുന്ന ന്യായീകരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾ ഇക്കാലത്ത് ചോദിച്ചാൽ അവർക്കാരാണ് വിവേകമില്ലാത്തവരായി മുദ്രകുത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇപ്പൊ നബി ചോദിച്ചല്ലോ, ഞാൻ അവിടെ അറക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ, അവിടെ ഈദ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചത്. ഇന്നൊക്കെ ഇപ്പൊ നമ്മൾ അങ്ങനെ ആരോടും ചോദിച്ചാൽ ഇയാൾക്ക് എന്താ ഈ സംശയം തീരാത്തത് എന്ന് ചോദിച്ച് കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാകുക. അപ്പൊ നമ്മളെ മുസ്ലിം സമുദായത്തിന്റെ ഈ തൗഹീദിനോടുള്ള ഒരു ജാഗ്രത, ശിർക്കിനോടുള്ള ഒരു വിഷയം എത്രത്തോളം ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഈ കാര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ പേരിലൊക്കെ പണങ്ങണോ എന്ന് ചില ആൾക്കാർ ചോദിക്കാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരെ, വെറുതെ എന്തിനാ പണങ്ങേണ്ട കാര്യം? നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാതൃകയായി പഠിപ്പിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ പിതാവിനോട് പണങ്ങി? യാതൊരു കാര്യമില്ല, അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോയാൽ മതി എന്നല്ല. അതുള്ള കാര്യത്തിൽ തെറ്റാണ്, ഇത് വാപ്പങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് പറഞ്ഞു. എന്നാലും എറിഞ്ഞാൽ ഓടിക്കുന്നു പറഞ്ഞു, ആയിക്കോട്ടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. ഈ ഇബ്രാഹിം നബി നമുക്ക് മാതൃക എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ പറയണത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി, ഏത് കാര്യവും അങ്ങനെ തന്നെ. അതേപോലെ തന്നെ ഇതെല്ലാം ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്, മനസ്സിൽ വിശ്വാസത്തോടു കൂടിയല്ല. എന്തിനാണ് ഇതൊക്കെ പ്രശ്നമാക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർ. അതായത് ഇപ്പോൾ ഒരു സ്റ്റേജും എല്ലാവരും കൂടെ കത്തിക്കുമ്പോൾ ഒരാൾ മുസ്ലിമായ ആളായതുകൊണ്ട് അയാൾ മാത്രം വിട്ടുക്കുമ്പോൾ അതൊരു പ്രശ്നമല്ലേ? അവിടെ ഉള്ളവരൊക്കെ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചു. അതിപ്പോ ഒരു മന്ത്രി ആയോക്കണം, അത് MLA ആയോക്കണം, അപ്പോഴേക്കൊക്കെ അതിന്റെ അവസ്ഥ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പൊതുവെ ന്യായീകരിച്ച് ഒപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, സമ്മർദ്ദം വരുമ്പോൾ ഒരിക്കലും ഒരു വിശ്വാസി മൗനിയാവുകയല്ല വേണ്ടത്, വ്യക്തത നൽകുകയാണ് വേണ്ടത്.
കാരണം തൗഹീദ് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി ആ സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അത് ഞാൻ പറയുന്നതല്ല, അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതായത് നമുക്കൊരു സമ്മർദ്ദവും പ്രീണനവും ആ നിലക്കുള്ള സംഗതികളും വരികയാണെങ്കിൽ ഒരു കോംപ്രമൈസ്, തൗഹീദും ശിർക്കും തമ്മിലുള്ള ഒരു കോംപ്രമൈസിന്റെ വിഷയം, ആ വിഷയത്തിൽ ചർച്ച വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകന്റെ അടുക്കൽ ഒരു പ്രൊപ്പോസൽ വെച്ചു. എന്താണ് ആ പ്രൊപ്പോസൽ? എന്ത് പറഞ്ഞിട്ടും നബി എന്ത് ചെയ്യണില്ല, തൗഹീദിൽ നിന്ന് പിന്മാറില്ല. അപ്പൊ അവസാനം വെച്ച പ്രൊപ്പോസലാണ് എന്ത്? ഒരു വർഷം താങ്കൾ എന്ത് ചെയ്യുക, ഞങ്ങളെ ദൈവത്തെ ആരാധിക്കുക, എന്നാൽ തൊട്ടടുത്ത വർഷം ഞങ്ങൾ എന്ത് ചെയ്യാം, നിന്റെ ദൈവത്തെയും ആരാധിച്ചോളാം. ഇങ്ങനെ ഒരു കരാറ് ഉണ്ടാക്കണമെന്ന ആശയവുമായി അവർ വന്നപ്പോ നബി എന്താ പറഞ്ഞത്? എന്നാ ഒരു കാര്യം ചെയ്യാം, അത് ശരിയാണ്. അപ്പൊ നബിക്കെല്ലാം സുരക്ഷിതത്വം കൊടുക്കും. നബി അവിടെ ഈശ്വരം കൊണ്ട കാര്യമില്ല, ഒരുപാട് വിശാലത കിട്ടിയാണ്. അപ്പൊ എന്താ നബി നമ്മളപ്പത്തെ ആൾക്കാരെ കാഴ്ചപ്പാടനുസരിച്ചാണ്, മസ്ലഹത്ത് അനുസരിച്ചാണ് എന്താ ചെയ്യേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യാം, അവരിങ്ങോട്ടും ആരാധിക്കുമെന്ന് പറഞ്ഞ ഒരു കൊല്ലം നമ്മൾ അങ്ങോട്ട് ആരാധിക്കുന്നത് മനസ്സിലാ വിശ്വാസം വേണ്ട. അങ്ങോട്ട് ആരാധിക്കുമ്പോ മനസ്സിലൊന്നും വിശ്വാസം വേണ്ട. ഈ ഒരു മസ്ലഹത്ത് നടക്കാൻ വേണ്ടി ഒരു കൊല്ലം എന്താ ഞങ്ങൾ സമ്മതിച്ചു തരാം, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മുമ്പിൽ വെറുതെ പോയി അഭിനയിക്കുക, എന്നിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാന്നുള്ള തീരുമാനിക്കണ്ട. എന്നാ അങ്ങനെയാണെങ്കിൽ അതാണല്ലോ അതാണല്ലോ ഈ പറഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ആ സന്ദർഭം വെച്ച് ഒന്നും കൂടി തൗഹീദ് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു കൊടുത്തു. അവിടെയാണ് ആയത്ത് യാരോ ആമുഖത്തിൽ ഊതി വെച്ച ആയത്ത്. എന്താ ആയത്ത്? പ്രഖ്യാപിക്കൂ നബിയേ, യാ അയ്യുഹൽ കാഫിറൂൻ, ഏ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നെഞ്ച് വിരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ഒരിക്കലും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല, വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വീണ്ടും അതൊന്നുകൂടി ആവർത്തിച്ചാണയിട്ട് ഉറപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പിടിച്ചോ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇതാണ് നയപ്രഖ്യാപനം, ഇതാണ് ആദർശ പ്രഖ്യാപനം, ഇതാണ് നെഞ്ചൂക്കുള്ള വിശ്വാസിയുടെ ധീരമായ അടയാളം. ഇതാണ് പ്രവാചകന്റെ പിൻഗാമികൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഓരോ സന്ദർഭം വരുമ്പോ അവിടെ വെച്ച് മുട്ടിലിഴഞ്ഞ് അതിന് ന്യായങ്ങൾ ഉണ്ടാക്കി ഒളിച്ചോടുന്ന രീതിയല്ല ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്ന് ഈ കാലഘട്ടത്തിൽ തുറന്നു പറയേണ്ട സന്ദർഭമാണ്. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഇതൊക്കെ വഴിവിട്ടു. അള്ളാഹു നമ്മെ ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പൊതുവേദികളിൽ നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ ഇസ്ലാമിക മാനം ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ വിശദീകരിക്കുമ്പോൾ ചിലർ പറയാനുള്ള വേറെയും ചില ന്യായീകരണങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ആരാധനന്റെ ഭാഗമൊന്നുമല്ല, അതൊരു സൗഹാർദ്ദമല്ലേ, ആരാധനാ മനോഭാവത്തോടെ ചെയ്യുന്നതല്ല എന്ന്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗഹാർദ്ദം എന്ന് പറയുന്നത് അതിനും കാപട്യം ഉണ്ടാകാൻ പാടില്ല. അതും ശരിയല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു വിളക്കവിടെ കത്തിക്കുമ്പോൾ അതിന് വിശ്വാസമുള്ള ചില ആൾക്കാർ ആ വിശ്വാസം അനുസരിച്ച് കത്തിക്കും. എന്നാൽ അതിന് വിശ്വാസമില്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം മറച്ചു വെച്ച് ഒരു വേറൊരു വാക്കിൽ പറഞ്ഞാൽ കാപട്യത്തോടു കൂടി കത്തിക്കുന്നു. എന്തിനാ നമ്മൾ ഈ കാപട്യം കാണിക്കേണ്ട കാര്യം? നമ്മൾ വേറുള്ളവരോട് നമുക്ക് ആ കാപട്യത്തോടു കൂടിയാണ് വേറെയുള്ള ആൾക്കാരുടെ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലല്ലോ. അങ്ങനെ കാപട്യത്തോടു കൂടി സ്വീകരിക്കുന്നത് അവർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നമ്മള് മതപരമായ ഒരു കാര്യത്തിൽ ഒരാൾ വന്നിട്ടൊക്കെ അങ്ങനെ കൂടിയാടി ഇവിടെ ഇരുന്ന് ഒരാൾ പറയും എനിക്കത് വിശ്വാസം കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളെ കുറിച്ചെന്ന് തോന്നുന്നു. അപ്പൊ എന്തിനായിട്ട് ആവശ്യം? അങ്ങനെ കൃത്രിമമായ ഒരു സൗഹൃദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ വേറെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ നമ്മളൊരു മതേതര രാജ്യത്താണ്, ബഹുസ്വര രാജ്യത്താണ് ജീവിക്കുന്നത്, ഇസ്ലാമിക രാജ്യത്തൊന്നും അല്ലല്ലോ, ഇവിടെ എല്ലാ വിഭാഗങ്ങളും ഇല്ലേ. അതുകൊണ്ട് ഈ മതേതരത്വം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ. അങ്ങനത്തെ സദസ്സൊക്കെ നമ്മൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു മതേതരത്വത്തിൽ വിശ്വസിക്കാത്തവരാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണമാവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം നിന്ന് കൊടുക്കണം. ഇങ്ങനെ ന്യായമാണ് പറയാറുള്ളത്. ഇവിടെ നമ്മുടെ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. എന്താ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് മതനിരാശോ അല്ല, മതലയനോ അല്ല. നമ്മളെ പഠിക്കേണ്ട കാര്യം. യൂറോപ്യൻ സെക്കുലറിസമാണ് മതനിരാശം. യൂറോപ്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ, സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കലാണ്. എന്നാൽ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ നമുക്കിഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആചരിക്കാം,
അതോടൊപ്പം അത് പ്രബോധനവും ചെയ്യാം. അതോടൊപ്പം അതിന് പറ്റാത്തതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള റൈറ്റും ഉണ്ട്. അതിനാണ് ഭരണഘടന നമുക്ക് മൗലികാവകാശമായി മതവിശ്വാസത്തെ ചേർത്തത്. ഞാൻ ശരിക്കും അടിവരയിട്ട് മനസ്സിലാക്കണം. പറയാൻ, വിശ്വസിക്കാൻ മാത്രമല്ല, ആചരിക്കാൻ മാത്രമല്ല, അനുഷ്ഠിക്കാൻ മാത്രമല്ല, പ്രചരിപ്പിക്കാൻ മാത്രമല്ല, അടവസ്ഥാനത്തെ വാക്കുകൂടി. എനിക്ക് പറ്റാത്തതാണെങ്കിൽ, എന്റെ വിശ്വാസത്തിന് പറ്റാത്തതാണെങ്കിൽ ധീരമായി ധൈര്യത്തോടുകൂടി എന്റെ ഭരണഘടന എനിക്ക് നൽകുന്ന പൗരാവകാശം മുൻനിർത്തി എനിക്ക് അതിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ, മാറി നിൽക്കാൻ ഈ ഭരണഘടന എനിക്ക് അനുവാദം നൽകുന്നുണ്ട്. അതിന്റെ പേരാണ് മൗലികാവകാശം എന്ന് പറയുന്നത്. ആ മൗലികാവകാശത്തിന് തണലുള്ള രാജ്യത്താണ് നമ്മൾ. എന്തിനാ അതിന് നമ്മൾ വള്ളം ചേർക്കേണ്ട കാര്യം? അപ്പൊ ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, അത് മതനിരാശമല്ല, എല്ലാ മതം കൂടി കൂടിയിട്ട് ജയിക്കലും അല്ല, മറിച്ച് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്ക് മതമാകാം, ഗവൺമെന്റിന് യാതൊരു മതവും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് വിഷയം. അപ്പൊ ഗവൺമെന്റിന്റെ പൊതുവേദികളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ഒരനുഷ്ഠാനവും ഉണ്ടാകാൻ പാടില്ല, അതിന്റെ അടയാളം ഉണ്ടാകാൻ പാടില്ല. ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം പറഞ്ഞ വിഷയമല്ല. ഇത് EMS കൃത്യമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള പല മന്ത്രിമാരും, മുസ്ലിങ്ങളല്ലാത്ത പല ആളുകളും ഈ വിഷയത്തിൽ പ്രകടമായ ഉദാഹരണം അവര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കാരണം പൊതുവേദികളിൽ ഒരിക്കലും മറ്റൊരു മതത്തിന്റെ അടയാളം വരാൻ പാടില്ല. ഇത് വളരെ ക്ലിയർ ആണ് വിഷയം. പിന്നെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ നിലവിളക്ക് അതൊരു സാംസ്കാരിക ചിഹ്നമായി കണ്ടാൽ പോലെ, അത് കേരളത്തിന്റെ പാരമ്പര്യത്തിൽ ഊട്ടപ്പെട്ടതാണ്, അത് ചില പള്ളികളിൽ പോലും കാണുന്നുണ്ടല്ലോ, അങ്ങനെ കണ്ടാൽ പോലെ. പിന്നെ നിങ്ങൾ അതിന്റെ മതത്തിന്റെ അവസ്ഥയ്ക്ക് കൊണ്ടുണ്ട്, അതിൽ മതപരമായത് കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ സത്യമാണോ പറയുന്നത്? എന്തിനാണ് ഈ കളവ് പറയുന്നത്? ഇത് കത്തിക്കുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കി. വിളക്കിലെ ഒരു ത്രിമൂർത്തി സങ്കല്പമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നിലവിളക്കിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മാവും, മധ്യഭാഗം എന്ന് പറയുന്നത് വിഷ്ണുവും, അതിന്റെ മുകളിൽ എണ്ണ ഒഴിക്കുന്ന ആ ഭാഗം ശിവനും, അതിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാല ലക്ഷ്മി ദേവിയുമാണ് എന്നതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ആ ഒരു ചടങ്ങിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ട്യൂബ് ലൈറ്റും ഇലക്ട്രിക് ലൈറ്റും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഇത് കത്തിക്കുന്നത്. അതുകൊണ്ടാണ്, വെളിച്ചത്തിന് വേണ്ടിയല്ല. ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ വെളിച്ചത്തോട് തന്നെ ദേഷ്യം, വെളിച്ചത്തോട് ദേഷ്യം നിങ്ങൾക്ക് നമ്മൾ ഓഫാക്കൂലേ? വെളിച്ചത്തോടല്ല, ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് പറ്റൂല. അത് പറ്റൂല എന്ന് പറയാൻ ഇവിടെ എന്തുണ്ട്? ഭരണഘടന നമുക്ക് അനുവാദം തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പോ ഒരു തിരി കത്തിക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണം എന്നിവരെ അതിൽ ഉണ്ട്. അത് കത്തിക്കുന്ന സമയത്ത് ചെരിപ്പിടാൻ പാടില്ല എന്നുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടാണ് പലരും കത്തിക്കുക. ഇതൊന്നും പാലിക്കാതെ ഒറ്റം പോയിട്ട് കത്തിക്കുക. അത് അവരെ അവമതിക്കൽ കൂടിയാണ്. അവരുടെ ആ ഒരു സംവിധാനത്തിനെ ശരിക്ക് പരിഗണിക്കാതിരിക്കൽ കൂടിയാണ്. അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോലം പോലെ ചെയ്യണം. അപ്പൊ അത് മുസ്ലിമിന് പറ്റൂലല്ലോ. എന്തിനാ അങ്ങനെ കാപട്യം കാണിക്കേണ്ട കാര്യം? അത് ധീരമായി വിട്ടു നിൽക്കണം. അത് മുസ്ലിങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഒരു യുക്തിവാദിയായ ഒരാള് ഇത് കത്തിക്കുന്ന സമയത്ത് ആ വേറുള്ളവരൊക്കെ അവിടെ വന്നു, അയാൾ മാത്രം അവിടെ സീറ്റിലിരുന്നു. ഇപ്പോഴും കാണാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഒരാൾ യുക്തിവാദിക്ക് വിട്ടു നിൽക്കാം. പക്ഷെ ഒരു മതവിശ്വാസം മുസ്ലിം വിട്ടു നിന്നാൽ അത് ഭയങ്കര പ്രശ്നം. ആ പ്രശ്നത്തിന്റെ മർമ്മം അടിച്ചു പൊളിക്കണം, അത് ബ്രേക്ക് ചെയ്യണം. എന്തെങ്കിലും നമുക്ക് ധീരമായി മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ അതിനനുസരിച്ച് ചാലും ചെരിഞ്ഞു നിന്ന് കൊടുക്കല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ അതൊക്കെ പറയും. നിങ്ങൾ അതിനെ പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, ഈ പൊതുകാര്യത്തിൽ ഇടപെടുന്നു, നിങ്ങൾ മതം പറഞ്ഞാൽ പോലെയാണ്. ഇവിടെ നമുക്ക് പറയണമെന്ന് വെച്ചാൽ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്കുണ്ട് ഇവിടുത്തെ രാജ്യത്തിന്റെ അവകാശം. ഇവിടെയുള്ള കാര്യങ്ങൾ തെറ്റേതാ ശരിയേതാന്ന് മതപരമായി പറയാനുള്ള അവകാശം അവർക്കും. നിങ്ങൾക്ക് കേൾക്കാൻ അവസരമില്ലാത്തതുപോലെ, ഇഷ്ടമില്ലാത്തതുപോലെ, അത് നിങ്ങൾക്ക് ഇത് വിട്ടു നിൽക്കാൻ അവകാശമുള്ളതുപോലെ ഇത് പറയാനുള്ള അവകാശം പണ്ഡിതന്മാർക്കുണ്ട്. കേൾക്കണം എന്ന് എല്ലാവരും ആശ്വസിക്കുന്നില്ല. പക്ഷെ പറയുമ്പോഴേക്ക് നിങ്ങൾ ആരാണെന്ന് പറയാൻ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഈ തിന്മ വിരോധിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. പിന്നെ മാത്രമല്ല, ഇത് വിശ്വാസികളോടെ നമ്മൾ പറയുന്നു, വേറെ ആരോടും നമ്മൾ പറയുന്നില്ല. ഇതിന്റെ വിശ്വാസമായിട്ട് നടക്കുന്ന ആൾക്കാരോട് പറയുന്നില്ല. പിന്നെ ജയിച്ച സ്ഥാനാർത്ഥികൾ ഇപ്പൊ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധി അല്ലേന്ന്. അതുകൊണ്ട് പിന്നെ എല്ലാവരുടെ കാര്യങ്ങൾക്കും അനുസരിച്ച് പോകേണ്ടതെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതത്തിനല്ല, മതനിരപേക്ഷതക്കാണ്, രാജ്യം ഭരിക്കാനാണ്. അത് ഭംഗിയായി രാജ്യം ഭരിച്ചു കൊടുക്കുക, അഴിമതി ഇല്ലാതിരിക്കുക, സ്വജനപക്ഷപാതം ഇല്ലാതിരിക്കുക, എല്ലാവരോടും നല്ല നിലക്ക് നീതി ചെയ്യുക. അല്ലാതെ നമ്മളെ മതം ഒഴിവാക്കാൻ നമ്മൾ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല. നമ്മളെ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. എല്ലാവർക്കും ബാധകമാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ്
ഇത് ഇവരോട് പാടില്ല എന്നുള്ള തിട്ടൂരമിറക്കുന്നത്. നമ്മൾ ആരോടും തിട്ടൂരമിറക്കണില്ല. ഇത് കൊടുത്തുന്ന മുസ്ലിം ജനപ്രതിനിധി നയം വ്യക്തമാക്കിയാൽ മതി. നമ്മൾ ആരും പിന്നാലെ പോകൂല. അതായത് ഇത് ഞാൻ കൊടുത്തു, ഇതിന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ ഒരാൾ പോവുകയാണെങ്കിൽ അത് അയാളുടെ വിശ്വാസം. പക്ഷെ തെറ്റാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് മാത്രം. പിന്നെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, യഥാർത്ഥ മതവിശ്വാസികൾക്ക് രാഷ്ട്രീയം കഴിയില്ല എന്ന ധാരണ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പടരാൻ കാരണമാണ്. അവസാനം അരാഷ്ട്രീയവാദത്തിലേക്ക് അവർ കടന്നു പോകും. കാരണം മുൻഗാമികൾ ഇതൊന്നും ചെയ്യാതെ തന്നെ മന്ത്രിമാരായിട്ടുണ്ട്, MLA മാരായിട്ടുണ്ട്, കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊന്നും തിരുത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ ഇതാണ് കണ്ട് ഇതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയവുമായി ചർച്ച വന്നപ്പോൾ ഒരു സമുദായ പ്രവർത്തകൻ തന്നെ പറഞ്ഞത്, ഞങ്ങളൊക്കെ സാധാരണ വേദിയിൽ നിൽക്കുമ്പോൾ ഈ വിളക്കിന്റെ മുമ്പിൽ വരുമ്പോൾ നേരത്തെ മുൻ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബ് സാഹിബ് അതിൽ നിന്ന് വിട്ടുനിന്നതാണ് ഞങ്ങളെ മനസ്സിൽ ഓർമ്മ വരാറുള്ളത്. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ വിട്ടിരിക്കും. പക്ഷെ ഇനി അടുത്ത തലമുറ വരുമ്പോൾ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്ന റീൽസും സംവിധാനങ്ങളും ഇപ്പോൾ കൊളുത്തുന്ന ആളുകളുടെ ദൃശ്യങ്ങളായിരിക്കും. അവ സ്വാഭാവികമായിട്ട് അതിനെതിരിൽ പണ്ഡിതന്മാരാരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതാണ് ദീൻ. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകും. എവിടെ കൈവ് നിർത്തും. അതുകൊണ്ട് ഇത് തിരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഇത് അറിഞ്ഞോ അറിയാതെ ശിർക്ക് വരും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു. അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ത് അറിഞ്ഞുകൊണ്ട് എന്നിൽ നിന്ന് ശിർക്ക് സംഭവിക്കുന്നത്. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അതേപോലെ ഞാൻ അറിയാതെ എന്നിൽ ശിർക്ക് വരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നു എന്നാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതും ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മൂല്യം അനുസരിച്ച് ജീവിക്കുക. എല്ലാ മതവിഭാഗങ്ങളോടും നല്ല സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുക. അത് മതം പണയം വെക്കേണ്ടതില്ല. നമ്മൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പഠിച്ച് നിലപാടെടുക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم